ബി4 ന്യൂസിന്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നമസ്കാരം. ഡിസംബർ 15-ാം തീയതി നാളെ രാവിലെ എറണാകുളം ഹൈക്കോടതി പരിസരത്ത് നടക്കുന്ന സേവ് അരിക്കൊമ്പൻ ധർണ ശ്രീ വാവാ സുരേഷ് ഉദ്ഘാടനം ചെയ്യുന്നു. ധർണ കാലത്ത് 11 മണിക്കായിരിക്കും ആരംഭിക്കുക. അരിക്കൊമ്പനെ സ്നേഹിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ധർണയിൽ പങ്കുകൊള്ളണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. പറ്റാവുന്നത്ര ജനപങ്കാളിത്തം ഈ ധർണയിൽ ഉറപ്പുവരുത്താൻ അരിക്കൊമ്പനെ സ്നേഹിക്കുന്ന നാം ഓരോരുത്തരും മുന്നോട്ട് വരണമെന്നാണ് ബി4 ന്യൂസിന് അഭ്യർത്ഥിക്കാനുള്ളത്. ഇത് ഏതെങ്കിലും ഗ്രൂപ്പ് നടത്തുന്ന പ്രൊട്ടസ്റ്റ് അല്ല, ഏതെങ്കിലും വ്യക്തികളോ സംഘടനകളോ നടത്തുന്ന പ്രൊട്ടസ്റ്റ് അല്ല. അരിക്കൊമ്പൻ എന്ന നിഷ്കളങ്കനും നിരപരാധിയുമായ ആനയുടെ രക്ഷയ്ക്കായി അരിക്കൊമ്പൻ സ്നേഹികളായ നാം ഓരോരുത്തരും സ്വമേധയാ മുന്നോട്ട് വന്ന് നടത്തുന്ന സമരമായി ഇതിനെ കാണണമെന്നാണ് അരിക്കൊമ്പന് വേണ്ടി ഇത്രയും കാലം ശബ്ദിച്ച ബി4 ന്യൂസ് ചാനലിന് പറയാനുള്ളത്. ഏതെങ്കിലും വ്യക്തികൾക്കെതിരെ ആരെങ്കിലും നടത്തുന്ന ആരോപണങ്ങൾ ഈ സമരത്തെ ബാധിക്കാതിരിക്കട്ടെ. എല്ലാ ഗ്രൂപ്പുകളിലുമുള്ള മെമ്പർമാർ പറ്റാവുന്നത്ര ആളുകൾ പ്രൊട്ടസ്റ്റിൽ പങ്കുകൊണ്ട് സമരം വിജയിപ്പിക്കാൻ ശ്രമിക്കണം. ഇപ്പോൾ തന്നെ പലതരത്തിലുള്ള അപശബ്ദങ്ങൾ കേട്ടു തുടങ്ങിയിട്ടുണ്ട്. എപ്പോഴൊക്കെ അരിക്കൊമ്പന് വേണ്ടി പ്രൊട്ടസ്റ്റുകൾ നടത്തുന്നുണ്ടോ അപ്പോഴൊക്കെ ചില ആളുകൾ ബോധപൂർവ്വം സമരം പൊളിക്കാനായി പല വോയിസ് റെക്കോർഡുകളും പുറത്തുവിടാറുണ്ട്. സമരത്തിന്റെ വീര്യം കെടുത്തുക, അരിക്കൊമ്പന്റെ രക്ഷയ്ക്കായുള്ള എല്ലാ സമരപരിപാടികളും കുളമാക്കുക, ആളുകളെ വ്യക്തിഹത്യ നടത്തുക, ഇത്തരം കലാപരിപാടികൾ ഈ സമയങ്ങളിൽ പണ്ട് തൊട്ടേ കേട്ടു തുടങ്ങിയിട്ടുള്ളതിനാൽ നമുക്കിതിൽ പ്രത്യേകിച്ച് ആശങ്ക തോന്നുന്നില്ല എന്നതാണ് സത്യം. എന്നാൽ അരിക്കൊമ്പൻ സ്നേഹികൾ എന്ന പേരിൽ മുഖംമൂടി അണിഞ്ഞ് നടക്കുന്ന ചില ആളുകൾ ഈ പ്രൊട്ടസ്റ്റിൽ ആരും പങ്കുകൊള്ളരുത് എന്ന തരത്തിൽ പല ഗ്രൂപ്പുകളിലും വോയിസ് റെക്കോർഡുകൾ ഇടുന്നത് കാണുമ്പോൾ ശരിക്കും നിരാശ തോന്നുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. ഇതുവരെ സമരം നടത്തിയിട്ട് എന്ത് നേടി എന്ന് ചിലർ ചോദിച്ചു കേട്ടു. ഏതൊരു വിഷയത്തിലും പോസിറ്റീവായ റിസൾട്ട് കിട്ടുവാൻ ഒരു മാർഗം മാത്രമേ ഉള്ളൂ. ആ റിസൾട്ട് കിട്ടുന്നവരെ പ്രവർത്തനം തുടർന്നു കൊണ്ടുപോകുക എന്നത് മാത്രമാണ് ആ വഴി. അരിക്കൊമ്പന് വേണ്ടി നടത്തുന്ന ധർണയും സമരപരിപാടികളും ഈ ഒരു കണ്ണിലൂടെ വേണം നോക്കി കാണുവാൻ. നാളത്തെ ധർണയെക്കുറിച്ച് രാജാക്കാടുള്ള ശ്രീ ഷൈജുവിന് പറയാനുള്ള കാര്യങ്ങൾ കൂടി നമുക്ക് കേട്ടു നോക്കാം. ബി4 ന്യൂസിൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും നമസ്കാരം. ഞാൻ ഷൈജു ഇടുക്കിയിൽ നിന്ന്. നമുക്കെല്ലാവർക്കും അറിയാം, അരിക്കൊമ്പൻ വിഷയം ഇത്രത്തോളം എല്ലാ ചാനലുകളും മറന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്തും അരിക്കൊമ്പന് വേണ്ടി ശബ്ദിക്കുന്ന ഒരു ചാനൽ ബി4 ന്യൂസ് മാത്രമാണ്. അതിനാദ്യമേ ബി4 ന്യൂസിൻ്റെ സാരഥി സുധീഷ് സാറിന് എൻ്റെ നന്ദി ആദ്യമേ അറിയിക്കുന്നു. അതുപോലെ തന്നെ അരിക്കൊമ്പൻ ചിന്നക്കനാലിൽ നിന്ന് പിടിച്ചു മാറ്റപ്പെട്ടിട്ട് ഇത്രയും നാളുകളായി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഭാഗത്തു നിന്നോ അരിക്കൊമ്പനെക്കുറിച്ച് ഒരു അപ്ഡേഷനും ഒരു വിവരങ്ങളും പൊതുജനങ്ങൾക്ക് ലഭിക്കാത്തൊരു സാഹചര്യത്തിൽ അവൻ്റെ ഓർമ്മ നിലനിർത്തിക്കൊണ്ട് പോകുന്നത് ബി4 ന്യൂസ് എന്ന ഒരു ചാനലിൽ കൂടെ മാത്രമാണ്. നമ്മൾ അനേകം പ്രൊട്ടസ്റ്റുകളും സമരങ്ങളും നിവേദനങ്ങളും ഹർജികളും എല്ലാം കൊടുത്തിട്ട് പോലും അരിക്കൊമ്പൻ വിഷയത്തിൽ ഇന്ന് വരെ ഒരു സർക്കാരും ഒരു ഡിപ്പാർട്ട്മെൻറ്റും അനുകൂലമായൊരു മറുപടി തരികയോ ഒരു തീരുമാനമെടുക്കുകയോ ചെയ്തിട്ടില്ല. ഇതിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അരിക്കൊമ്പനെ സ്നേഹിക്കുന്ന ആളുകൾ നടത്തുന്ന സമരത്തിൽ ചുരുക്കം ചില ആളുകളാണ് പലയിടത്തും നമുക്ക് കാണാൻ പറ്റുന്നത്. അരിക്കൊമ്പനെ അല്ലെങ്കിൽ മിണ്ടാപ്രാണികളെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ ഇന്ന് നമ്മുടെ കേരളത്തിലുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം അത് തന്നെയാണ്. എന്നാൽ പൊതുവായ ഒരു വിഷയം വരുമ്പോഴേക്കും അതിൽ വ്യക്തിപരമായ വിദ്വേഷവും വൈരാഗ്യവും ആണ് എല്ലാവരും കാണുന്നത്. ആ ഒരു നിലപാട് മാറ്റിവെച്ചുകൊണ്ട് അരിക്കൊമ്പൻ എന്ന് പറയുന്ന കേരളത്തിൻ്റെ ഒരു പൊതുവായ വിഷയത്തിന് വേണ്ടി അരിക്കൊമ്പനെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ മൃഗങ്ങളെ സ്നേഹിക്കുന്ന എല്ലാ വ്യക്തികളും എല്ലാ സംഘടനകളും ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അരിക്കൊമ്പൻ്റെ വിഷയത്തിൽ ഒരു തീരുമാനം സർക്കാരിന് എടുത്തേ മതിയാവൂ. കാരണം ഞാനിത് പറയുന്നത് നമ്മൾ പല സമരങ്ങളും കണ്ടിട്ടുണ്ട്, നയിച്ചിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും ഇവിടെയെല്ലാം സ്പ്ലിറ്റ് ചെയ്ത് വിഭാഗിക്കപ്പെട്ടാണ് സമരങ്ങൾ നടക്കുന്നത്. അതിന് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തൊരു സമരം ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഫലപ്രാപ്തി എന്തോരം ഉണ്ടാവും എന്നുള്ളത് നമുക്കെല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യം തന്നെയാണ്. എന്നാൽ എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഒരു കുടക്കീഴിൽ അണിനിരുന്ന് ഒരു പൊതുവായ വിഷയത്തിന് വേണ്ടി ശബ്ദിച്ചു കഴിയുമ്പോൾ എത്ര തന്നെ കഠിന ഹൃദയമുള്ള സർക്കാരാണെങ്കിൽ പോലും അതിൽ ചെറിയൊരു മാറ്റം വരുത്താൻ നമ്മളെ കൊണ്ട് സാധിക്കും. അതിന് നമ്മൾ ആദ്യമേ ചെയ്യേണ്ട ഒരു കാര്യം നമ്മളെല്ലാം ഒരുമിച്ച് നിൽക്കുക എന്നുള്ളതാണ്. കേരളത്തിൽ ഒരുപാട് വാട്സപ്പ് ഗ്രൂപ്പുകളും സംഘടനകളും എല്ലാം അരിക്കൊമ്പന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്, നിലകൊള്ളുന്നുണ്ട്. എന്നാൽ ഇവരെല്ലാം പരസ്പരം പോരടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിഞ്ഞ് പോകുന്നൊരു സാഹചര്യം മാത്രമാണ് നമ്മളെപ്പോഴും കാണുന്നത്. ഇതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് അരിക്കൊമ്പന് വേണ്ടി എല്ലാവരും ഒത്തൊരുമിച്ച് നിന്ന് പ്രവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും താൻ പാതി ദൈവം പാതി എന്നാണ് പറയുന്നത്. ഒരുപാട് അമ്മമാർ കരഞ്ഞ് കണ്ണുനീരോടെ ഇന്നും ജീവിക്കുന്നുണ്ട് അരിക്കൊമ്പനെ ഓർത്തുകൊണ്ട് മാത്രം. കുടുംബത്തിലെ കാര്യങ്ങൾ നോക്കാൻ പറ്റാത്ത മക്കളെക്കുറിച്ച്
ഒന്ന് ചിന്തിക്കാൻ പോലും പറ്റാതെ അവരുടെ മനസ്സ് മൊത്തം അരിക്കൊമ്പൻ എന്ന ഒരു സബ്ജക്റ്റ് നിറഞ്ഞു നിൽക്കുകയാണ്. അങ്ങനെ ഒരു സമയത്ത് നമ്മൾ നടത്തുന്ന സമരങ്ങൾ എല്ലാവരും ഒത്തൊരുമിച്ച് ഒരു മനസ്സോടുകൂടി ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ അമ്മമാരുടെ കണ്ണുനീരിന് ഒരു ഫലം ഉണ്ടാവും. അതേത് സർക്കാരിൻ്റെ മുമ്പിലായാലും കോടതിയുടെ മുമ്പിലായാലും അവർക്കത് കണ്ടില്ലെന്ന് അടിക്കാൻ ഒരിക്കലും സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഈ വരുന്ന 15-ാം തീയതി എറണാകുളത്ത് ഹൈക്കോടതി പരിസരത്ത് നമ്മളൊരു സമരം പ്ലാൻ ചെയ്തിട്ടുണ്ട്. ആ സമരത്തിലേക്ക് എല്ലാ മൃഗസ്നേഹികളും, കേരളത്തിലെ അരിക്കൊമ്പനെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ മൃഗങ്ങളെ സ്നേഹിക്കുന്ന എല്ലാവരും ആ സമരത്തിൽ പങ്കെടുത്ത് അതൊരു ഉന്നത വിജയമാക്കി തീർക്കണം എന്നാണ് എനിക്ക് എല്ലാ മൃഗസ്നേഹികളോടും അരിക്കൊമ്പൻ സ്നേഹികളോടും പറയാനുള്ളത്. നമുക്കിടയിൽ ഉണ്ടാകുന്ന വ്യക്തിവിദ്വേഷങ്ങളും വൈരാഗ്യങ്ങളും എല്ലാം മറന്നുകൊണ്ട് അരിക്കൊമ്പൻ എന്ന പൊതുവായ വിഷയത്തിന് വേണ്ടി നമ്മളെല്ലാം ഒരുമിച്ച് ഒറ്റക്കെട്ടായി നമുക്ക് പ്രവർത്തിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ വിജയം തന്നെയായിരിക്കും. കാരണം ഈ 2023 ഇനിയൊരു സമരം അരിക്കൊമ്പന് വേണ്ടി നമുക്ക് ചെയ്യാൻ ടൈമില്ല. ഈ വർഷം തീരാൻ പോവുകയാണ്. അരിക്കൊമ്പനെ പിടിച്ചു മാറ്റിയിട്ട് 6-7 മാസങ്ങൾ പിന്നിട്ടു. ഇതുവരെ അവൻ്റെ ഒരു വിവരങ്ങളോ അതുപോലുള്ള ഒരു കാര്യങ്ങളും പൊതുജനമധ്യത്തിലേക്ക് എത്തിക്കാൻ സർക്കാരോ ഇരു സർക്കാരുകളും തയ്യാറാവാത്തൊരു സാഹചര്യത്തിൽ സമരം മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ള ഏക മാർഗം. അങ്ങനെ നമ്മൾ സമരം ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അരിക്കൊമ്പനെ തിരിച്ചു കൊണ്ടുവരാനോ അവനവൻ്റെ വിവരങ്ങൾ അറിയാനോ സാധിക്കുകയുള്ളൂ. ജനങ്ങളുടെ പെരുപ്പത്തിൽ തന്നെയാണ് സമരങ്ങൾ വിജയിക്കുന്നത്. ചരിത്രം അതുതന്നെയാണ് പറയുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം. 10-15 പേര് അല്ലെങ്കിൽ 10-20 പേര് 10-50 പേര് ഒരുമിച്ച് കൂടി ഒരു സമരം ചെയ്യുന്നതും 10-500 10,000 2,000 5,000 10,000 ആളുകൾ ഒരു ജനാവലിയായിട്ടൊരു സമരം ചെയ്യുന്നതും രണ്ടും രണ്ട് വ്യത്യാസമുണ്ട്. അരിക്കൊമ്പനെ നമ്മൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ വരുന്ന 15-ാം തീയതി നടക്കുന്ന സമരത്തിൽ എല്ലാ മൃഗസ്നേഹികളും, അരിക്കൊമ്പനെ സ്നേഹിക്കുന്ന എല്ലാ വ്യക്തികളും പരസ്പര വിദ്വേഷവും വൈരാഗ്യവും എല്ലാം മറന്നുകൊണ്ട് ഈ സമരത്തിൽ പങ്കെടുക്കണമെന്ന് എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മൾ ചെയ്യുന്ന കാര്യത്തിന് എത്രത്തോളം ഫലപ്രാപ്തി ഉണ്ടാകണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായും നമ്മളെല്ലാം ഒരുമിച്ച് നിന്നേ മതിയാവൂ. അത് സ്പ്ലിറ്റ് ഔട്ടായിട്ട് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുന്നതുകൊണ്ടോ അല്ലെങ്കിൽ ചെറിയ ചെറിയ സംഘടനകൾ രൂപം കൊടുക്കുന്നതുകൊണ്ടോ ഒന്നും ഒരു കാര്യമില്ല. സമരം നയിക്കുന്നത് ആര് എന്നതിലല്ല കാര്യം. അതിൻ്റെ ഉദ്ദേശശുദ്ധി എന്താണ് എന്ന് മനസ്സിലാക്കി നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിൽക്കാം. 15-ാം തീയതി സമരത്തിൽ എല്ലാവരും ഒരുമിച്ച് ഒരു കുടക്കീഴിൽ അണിനിരുന്നുകൊണ്ട് അരിക്കൊമ്പന് വേണ്ടി ശബ്ദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ശബ്ദം എത്തേണ്ടിടങ്ങളിൽ എത്തുകയും അവന് നീതി കിട്ടുകയും ചെയ്യും എന്ന് നമുക്ക് ഉറപ്പായിട്ടും വിശ്വസിക്കാം. അതുപോലെ തന്നെ ഇത്ര നാളും അരിക്കൊമ്പൻ്റെ ഓർമ്മകൾ മാഞ്ഞു പോകാതെ ജനഹൃദയങ്ങളിൽ അവൻ്റെ ഓർമ്മകൾ ഉണർത്തിക്കൊണ്ടിരുന്ന B4 ന്യൂസിന് എൻ്റെ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.